നമസ്കാരം. രാവിലെ ഉറക്കമൊഴിച്ച മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നോട്ടിഫിക്കേഷൻ എമ്പുരാൻ ട്രെയിലറിനെ പറ്റിയാ. ഇതിനൊരു ടീസർ കുറച്ച് നാൾ മുമ്പ് വന്നു. എൻ്റെ പ്രതീക്ഷ മൊത്തം പോയിരുന്നതാ. പക്ഷേ ഈ ട്രെയിലർ കണ്ടതിന് ശേഷം എല്ലാവരും പോസിറ്റീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ പ്രതീക്ഷ ടീസർ കണ്ടപ്പോൾ പോകാൻ കാര്യം കഴിഞ്ഞ സിനിമയിലെ ഡയലോഗുകളും കുറേ VFXും എന്തൊക്കെ ഇട്ട് കുറേ സീനുകളൊക്കെ കാണിച്ച് പ്രതീക്ഷ പോയി. കാരണം ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. എപ്പോഴും കാണാൻ തോന്നുന്നു. എപ്പോഴൊരു സീൻ വന്നാലും ടിവിയിലായാലും യൂട്യൂബിലായാലും ക്ലിപ്പിങ്സ് ആണെങ്കിലും ഇട്ട് പ്ലേ ചെയ്താൽ മൊത്തം കാണാൻ തോന്നുന്നൊരു സിനിമയും രംഗങ്ങളും ഒക്കെയാണ്. മനസ്സിനോട് അടുത്തിരിക്കുന്നത് ലാലേട്ടനായി തന്നെ അഭിനയിച്ച ഗംഭീരമാക്കിയ സിനിമയാണ് ലൂസിഫർ. ഇങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മൾ എത്ര കണ്ടാലും മടുക്കില്ല. മമ്മൂക്കയുടെയാണെങ്കിൽ കോട്ടയം കുരിശ് പഴയ സിനിമയാണ്. എന്നാലും ഏതെങ്കിലും സീൻ വന്നാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നൊരു സിനിമയാണ് നമ്മുടെ ലൂസിഫർ. അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം വരുമെന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ടീസർ വന്ന് നമ്മൾ പ്രതീക്ഷ മൊത്തം കളഞ്ഞു. അതിന് പ്രധാന കാരണം എനിക്ക് തോന്നിയ കാരണങ്ങൾ പറയാം. അത് കൂടുതലും ലാലേട്ടൻ അങ്ങയുടെ ശരീരത്തിൽ ചേരാത്ത വേഷങ്ങളിട്ട് വലിയ തോക്ക് കൊടുത്ത് കെട്ടിയാടുന്ന സിനിമകൾ, ആക്ഷൻ രംഗങ്ങളുള്ള സിനിമയായിരിക്കും എന്നൊരു സൂചനയാണ് അത് നൽകിയത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പ്രതീക്ഷ പോയത്. കാരണം അത്തരത്തിൽ ലാലേട്ടനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുള്ള ഒരു ഫാനെന്നൊന്നും പറയുന്നില്ല, ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്കത് താല്പര്യമില്ല. ലാലേട്ടനെ അങ്ങനെ കാണാൻ പറ്റുന്നത് മിലിറ്ററി വേഷങ്ങളായാലും അത്തരത്തിൽ പറ്റൂല, അത് ചേരില്ല എന്നുള്ളതാണ്. അത് സത്യസന്ധമായി ഞാൻ പറയുന്നത്. ആരും ലാലേട്ടൻ മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് നമ്മുടെ ലൂസിഫറിലെ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ലാലേട്ടൻ അതാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും. അതാണ് ശരിക്കും വേണ്ടത് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ടീസർ തരാത്തത് കൊണ്ടാണ് എനിക്ക് പ്രതീക്ഷ പോയത്. ഞാൻ പ്രതികരിച്ചതൊന്നുമില്ല, മനസ്സിൽ ഒരു വിഷമം തോന്നി. പക്ഷേ ഇന്ന് രാവിലെ ഉറക്കമൊഴിച്ചതിൽ മിക്ക റിവ്യൂ പറയുന്നവരും തമിഴിൽ കാണുമ്പോഴൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് ലൂസിഫറിൻ്റെ ട്രെയിലറിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ആ ട്രെയിലറുകളുടെ ആ ഭാഗം അവരുടെ കണ്ടപ്പോഴും എനിക്ക് അതാണ് തോന്നിയത്. അപ്പോൾ പൂർണ്ണമായി ട്രെയിലറൊന്ന് കണ്ട് ഞാൻ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ളൊരു വീഡിയോ ആണ്. ട്രെയിലർ കണ്ട് നോക്കുക, സംസാരിക്കുക കുറച്ച്. അതിലെത്താണ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്നുള്ളത് ഒന്ന് സംസാരിക്കുക ഒരുമിച്ച്. ഓക്കെ, അപ്പോൾ തുടക്കാം. എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണ്? അവരാണ് എൻ്റെ മക്കൾ. വലിയ ഡയലോഗ്. പക്ഷെ എന്തോ ഒരു കുറവെന്ന് എനിക്ക് തോന്നി. ആദ്യമേ നെഗറ്റീവ് പറയുന്നതല്ല, ഞാൻ ഫസ്റ്റ് കേട്ടപ്പോഴതൊരു ഒരു പവറില്ല. നല്ല ഡയലോഗ് ആണെങ്കിൽ ആ ഒരു പവർ, അതിനത്രത്തോളം ഒരു ഇത് വന്നില്ല. എന്തെങ്കിലും സൗണ്ട് ആര് കൊടുത്താണോ എനിക്ക് തോന്നി ഹരിച്ചു പറഞ്ഞു. രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയിലെ ഈ സംസ്ഥാനത്തിലെ നിരന്തരം ചുള്ളം തന്നെ കേട്ടോ. എനിക്ക് കണ്ടേ കൊണ്ടൊക്കെ നിർത്തിയാവില്ലേ, ലുക്കുണ്ട്. തകർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നു. കേരളത്തിലെ കവട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ നമ്മൾ ഉടൻ തന്നെ ബൈജു എണ്ണ സുരാണ്ണായി നന്ദുണ്ണായി ഏറ്റവും ഭവിഷ്യനി ബൈജു എണ്ണാണ് കേട്ടോ. പൊളിക്കുന്ന കേട്ടാ. राजनीति एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കയ്യല്ല നമുക്കറിയാം. ഇത്രയും കണ്ടപ്പോൾ ഒരു പ്രതീക്ഷ വന്നു. അടുത്തത്ര 42 സെക്കൻഡായി ട്രെയിലർ. നഷ്ടപ്പെട്ട ഒരു പ്രതീക്ഷ എനിക്കും എൻ്റെ ഉള്ളിലും ഇങ്ങനെ വരുന്നത്. ശരിയും കണ്ണൊക്കെ നനഞ്ഞിട്ടുണ്ട്. സന്തോഷമുണ്ട് വരട്ടോ. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിന് വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ ഡ്രഗ് ജിഹാദി ഇവരെല്ലാം ജനങ്ങളിലേക്ക് ഡ്രഗും ജിഹാദും ഒക്കെ ഉണ്ടേ. പിന്നെ സമൂഹത്തിലുള്ള പറയാതിരിക്കാൻ പറ്റില്ല, പറഞ്ഞേ പറ്റൂ. കാണില്ല എന്നൊരു മെസ്സേജായിട്ട് കാണുന്നില്ല. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ നിറഞ്ഞ ഇരുട്ടിന്റെ പൂവ് വരാൻ പോവുകയാണ്.
ഇപ്പോൾ 1 മിനിറ്റ് 24 സെക്കൻഡുമായി ട്രെയിലർ. കാരണം നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മളെ കഥാസന്ദർഭം റഷ്യ കടന്ന് അടി കയറിക്കെട്ട് തൂങ്ങി അടിയല്ല എന്ന് ഓർമ്മിക്കുക. ഇവിടുത്തെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ലാലേട്ടൻ കോട്ടോ സൂട്ടൊക്കെ ഊരി വെച്ച് മുണ്ടും ഷർട്ടുമിട്ട് വരും. അതാണ് നമുക്ക് വേണ്ടത്. അതല്ലെന്ന് തോന്നിയിട്ടുണ്ടാണ് വളരെ വിഷമം തോന്നിയത്. വരുന്നുണ്ട് കാറ്. നോക്കട്ടെ ഒളികി. തമോഗോളങ്ങളുടെ എമ്പുരാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പോലെ ചെല്ലേ അന്ന് ജാൻവി അല്ലാതെ ഇനി ഈ ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നവരാണ്. അയാളെ എന്തിനാണ് സാറിങ്ങനെ പേടിക്കുന്നത്? നമ്മളറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ഒന്ന് പറഞ്ഞിട്ട് കോസ്റ്റ്യൂം പൊളിയല്ലേ. നോക്കിയാണ് ഈ ലാലേട്ടൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ അങ്ങനെ ശരീരത്തിന് ചേരാത്ത വേഷം കാണിച്ച നമ്മൾ കണ്ടുവെറുക്കുന്ന പല ആക്ഷൻ രംഗങ്ങളിലും കണ്ടിട്ടുള്ളത്. ഇത് പക്ഷേ അങ്ങനെ ശരീരത്തിന് ചേരുന്ന രീതി ഒന്ന് അയാൾ ശരീരം ഒന്ന് ഒതുക്കിയിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്തോ ആവട്ടെ കാഴ്ചയിൽ ബെൽറ്റ് കെട്ടിയാത്ത ഒതുക്കിയിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം പ്രധാനം ആ കോസ്റ്റ്യൂമാണ്. അങ്ങനെയുടെ മുഖത്തിനും ആ ശരീരം ഇറങ്ങി ചേരുന്ന കോസ്റ്റ്യൂം, അതിനൊരു വൃത്തിയടില്ല, അടിപോയി. ഇതുവരെ ഒരു സിനിമയിൽ കാണാത്ത ഗംഭീരം കോസ്റ്റ്യൂം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ദൈവപുത്രൻ തന്റെ തെറ്റ് ചെയ്യുന്നു. ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ. Because the enemy കോസ്റ്റ്യൂം സൂപ്പർ. is a friend. Sorry, Masood. We have to end this war. ദേശീയ പ്രശ്നമാണ് കേട്ടോ, കേരളത്തിൽ ഒതുങ്ങണല്ല. So Stephen, come back. Save your man. Save. God so much. കൊണ്ട് വടത്ത് കുത്തി പൊളിക്കും. കോസ്റ്റ്യൂം എല്ലാം ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഡിസൈൻ ഇങ്ങനെ ചേരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ തല തന്നെ അരി കാണുന്ന രംഗങ്ങളൊക്കെ മിക്കവാറും ലാലേട്ടൻ്റെ ഇൻട്രോ ആയിരിക്കും സിനിമയിൽ. അവിടെ നിന്ന് നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് അവൻ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ കാണിക്കാനുള്ള, അതുകൊണ്ടായിരിക്കും. വിഷയം നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കും, അതാണ് നമുക്ക് വേണ്ടത്. അവിടുത്തെ വിഷയങ്ങളൊക്കെ അവർ തുറന്നു നമ്മൾ അന്ന് നാട്ടിൽ വന്ന് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കുന്ന കാണാനാണ് നമുക്കിഷ്ടം. പെട്ടെന്ന് വരി. ചെമ്മി അവനും കൂടെ വരണുണ്ട്, കൊള്ളാം. But answer this one question. Who are you really? Lucifer. മാർച്ച് 27 ഐമാക്സിൽ തന്നെ കാണണം എന്നാണ് അവരെ സജസ്റ്റ് ചെയ്യുക. എന്തായാലും ടീസർ കണ്ടപ്പോൾ തോന്നിയ ക്ഷീണം ട്രെയിലർ കണ്ടപ്പോൾ അങ്ങ് മാറി. വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നു. ഞാനങ്ങനെ തിയേറ്ററിൽ പോയി കാണാറില്ല സിനിമ, പക്ഷേ ഇത് ഞാൻ പോയി കാണും. കാരണം ഒരു ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു ഇഷ്ടമാണ്. അങ്ങനെ ആ രീതിയിൽ കാണാം. ഞാൻ പ്രതീക്ഷയാണെങ്കിൽ മറ്റേ
കൂറ കയറി കെട്ടിയ ആട്ടമൊന്നും അല്ല. ഇതിരി കൊള്ളാം. അപ്പം ശരി, എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ട്രെയിലർ കാണാത്തവർ തീർച്ചയായും യൂട്യൂബിൽ പോയി കാണുക. എത്ര മണിക്കൂറായി വന്നിട്ട്? 10 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഇപ്പം മണി എത്ര? ഇവിടെ 10:58. 10 മണിക്കൂർ മുമ്പ് വന്നിട്ടേ ഉള്ളൂ. എല്ലാവരും പോയി കാണണ്ടേ, കൊള്ളാം കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.